നവരാത്രി ദീപപ്രഭയിൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുവാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ദീപാലങ്കാരമാണ് ഒരുക്കിയത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നത് ഇവിടെ ഒരുക്കിയ ദീപാലങ്കാരം തന്നെയാണ്. ക്ഷേത്രത്തിന്റെ കവാടം മുതൽ വിവിധ വർണ്ണങ്ങളിലുള്ള ദീപാലങ്കാരമാണ് ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിന് മുന്നിലെ അരയാലും പരിസരവും ചിറയുമെല്ലാം ദീപപ്രഭയിൽ തിളങ്ങി നിൽക്കുകയാണ്. ഇത്തവണ പുഷ്പാലങ്കാരവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും വിപുലമായ രീതിയിലാണ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം കൊണ്ടാടാറുള്ളത്. ഈശ്വര നമ്പൂരിപ്പാടായിരുന്നു നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം അഖണ്ഡ സംഗീതത്തിന് വൈകുന്നേരം വരെ, അത് കഴിഞ്ഞ് തായമ്പക ആധ്യാത്മിക പ്രഭാഷണം. ഇത്തവണ വളരെ വൈവിധ്യമായ കലാപരിപാടികളും പുഷ്പാലങ്കാരങ്ങളും ദീപാലങ്കാരങ്ങളും കൊണ്ട് വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് ഇത്തവണ നവരാത്രി സമയത്ത് ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. ഏതൊരു മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയൊരു രീതിയിലുള്ള ദീപാലങ്കാരമാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. ദീപാലങ്കാരങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് അന്നപൂർണി ക്ഷേത്രം വളരെ ഗംഭീരമായി തന്നെ അതിന്റെ പ്രൗഢി വിളിച്ചു. നിരവധി പേരാണ് ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. CK പണിക്കർ ഭാഗവതർ സ്മാരക ട്രസ്റ്റിന്റെ അഖണ്ഡ സംഗീതാർച്ചനയോടെയാണ് കലാപരിപാടികൾക്ക് തുടക്കമായത്. എല്ലാ ദിവസങ്ങളിലും സംഗീത കച്ചേരി, ഭക്തിഗാന മഞ്ജരി, നൃത്തനൃത്യങ്ങൾ, ഗാനമേള, കഥക് നൃത്തം, കഥകളി തുടങ്ങി വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. 27 ശനിയാഴ്ച രാത്രി 9:30 തിരുവനന്തപുരം ബ്രഹ്മപുത്ര അവതരിപ്പിക്കുന്ന മഹാഭാരതം നാടകം നടക്കും. എല്ലാ ദിവസങ്ങളിലും വിവിധ കലാസമിതികളുടെ തിരുവാതിരക്കളി, കുട്ടികളുടെ ഭജന, തായമ്പക തുടങ്ങിയവയും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.